ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിൽ സ്നേഹമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 23 അധ്യായം 34 വാക്യം. ഈശോ പറഞ്ഞു, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ അവർ ചെയ്യുന്നതെന്തെന്ന് അവരറിയുന്നില്ല. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ക്ഷമയുടെ ഏറ്റവും നല്ല മാതൃകയാണ് ഈശോ നമുക്ക് കാണിച്ചു തന്നത്. ചെമ്മട്ടി കൊണ്ടടിച്ചപ്പോഴും അകാരണമായി നിന്ദിച്ചപ്പോഴും നട്ടുച്ചയ്ക്ക് കുരിശിൽ തറച്ചപ്പോഴും ഈശോ അവരോട് ക്ഷമിക്കുകയാണ് ചെയ്തത്. ശാന്തമായി നിന്ന് ക്ഷമിക്കുന്ന ഈശോ, ആ ഈശോ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, യാചിക്കുകയാണ്, പിതാവേ, അവരോട് ക്ഷമിക്കണമേ എന്ന്. സ്നേഹമുള്ളവരെ, നമ്മളും നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ ദുഃഖങ്ങളും ചെറിയ ചെറിയ കളിയാക്കലുകളും മറ്റുള്ളവരിൽ നിന്നും സഹിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ മനോഭാവം എപ്രകാരമാണ്? യേശുവിനെ പോലെ ശാന്തമായി ക്ഷമിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? യേശുവിനെ സ്നേഹിക്കുന്ന, യേശുവിനെ അനുഗമിക്കുന്ന ശിഷ്യരാണ് നമ്മളെങ്കിൽ ഈശോ കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. ആമേൻ.